നമസ്കാരം, ശ്രീദീപത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വ്യാഴമാറ്റം 2026. ഗുരു ജൂൺ 2-ാം തീയതി തൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്നു. 5 ഡിഗ്രിയിൽ പൂയം നക്ഷത്രത്തിലാണ് ഗുരു ഉച്ചനാകുന്നത്. ഗുരു അതിചാരത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ 31 വരെയും ശേഷം ജനുവരി 2027 മുതൽ ജൂൺ വരെയും ഗുരു കർക്കിടകത്തിൽ ഗോചരം ചെയ്യുന്ന സമയമാണ്. നമ്മൾ അനുകൂലമായ സമയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ദശാപഹാരകാലങ്ങൾക്കും നല്ല പ്രാധാന്യമുണ്ട്. ദശയിലുള്ള സാധ്യതകൾ നടക്കാനുള്ള ഒരു പ്രോമിസിന്റെ സമയമാണ് ഗോചരം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിങ്ങലഗ്നക്കാരുടെയും ചിങ്ങക്കൂറുകാരുടെയും പൊതുവായിട്ടുള്ള ചില ഗോചര ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, 1-ാം പാദം, ഇത്രയും നക്ഷത്രങ്ങളാണ് വരുന്നത്. ചിങ്ങത്തിന് 5, 8 ഭാവാധിപത്യം വഹിച്ച് ഗുരു 12-ൽ വരുന്നു. ഇവിടെ 4, 6, 8 ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അവിടെ 8-ാം ഭാവത്തിൽ ശനി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6, 8, 12 ഭാവങ്ങളൊക്കെ ആക്റ്റീവായിട്ടുള്ള സമയമാണ് എന്നുള്ളതാണ്. ഇവിടെ ദൈവാധീനം കുറയുന്ന ഒരു സമയമായിട്ട് നമുക്ക് ചിന്തിക്കാം. നഷ്ടം, വ്യയം, മാനസിക വ്യതകൾ ഒക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ചെലവുകൾ വർദ്ധിക്കും. പ്രോപ്പറായിട്ടുള്ളതായ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ആവശ്യമാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. ദേഹത്തിനും അരിഷ്ടത ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കടം വാങ്ങാതിരിക്കാനും കടം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8-ലെ ശനിക്ക് ഒരു ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് അഷ്ടമശനിയുടെ കാഠിന്യം കുറച്ച് തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഈ ഗുരു വരുന്നതോട് കൂടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. റിസർച്ച്, ഒക്വൽറ്റ്, ഫിലോസഫി, ഇൻഷുറൻസ്, സീക്രട്ട് സർവീസ് എന്നീ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് എന്ന് പറയാം. ഇവിടെ 4-ന്റെ ത്രികോണത്തിൽ ഗുരു വരുന്നത് കൊണ്ട് വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് നമുക്ക് സാധ്യത ചിന്തിക്കാം. അതേപോലെ ജാതകത്തിൽ ഇപ്പം 4-ലെ കുജനൊക്കെ നിൽക്കുന്ന ജാതകങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ ആയിട്ടുള്ള ഭൂമി ലാഭമൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റും. പിന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. നല്ല കാര്യങ്ങൾക്കായിട്ടുള്ള ധനച്ചെലവ് ചിന്തിക്കാം. ഇത് വീട് വെക്കാനും ആവാം. വീട് വെക്കാനായിട്ട് പൈസയൊക്കെ ചിലവാക്കുക എന്നുള്ള കാര്യം വരാം. പിന്നെ ധാർമ്മിക പ്രവൃത്തികളിൽ, ആത്മീയ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആകേണ്ടതായ സമയമാണ് എന്നുള്ളതാണ്. ഇവിടെ മോക്ഷ ത്രികോണ ഭാവങ്ങളൊക്കെ ആക്റ്റീവാണ്. അതുകൊണ്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായ സമയമാണ് എന്നുള്ളതാണ്. 12-ൽ നിന്ന് ശനി 6-ൽ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് കീഴ് ജീവനക്കാർക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രി ചികിത്സാ ചെലവ് കൊടുക്കുന്നതും അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നുള്ളതാണ് പരിഹാരമായിട്ട് ഉള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് ചിങ്ങം രാശിക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതായ പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് കന്നി ലഗ്നക്കാരെ കുറിച്ച് ചിന്തിക്കാം. കന്നി ലഗ്നവും കന്നിക്കൂറും. കന്നിക്കൂറിൽ വരുന്നത് ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ, ഈ നക്ഷത്രങ്ങളാണ്. ഇവിടെ കന്നി ലഗ്നക്കാർക്ക് 4ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു 11-ൽ ഗോചരം ചെയ്യുന്നു. അവിടെ നിന്ന് 3, 5, 7 ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ ഗുരുവിൻ്റെ 2026-ലെ ഗോചരം എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അത് കന്നി ലഗ്നക്കാർക്കാണെന്ന് പറയാം. ഗുരു 11-ൽ വരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വിദ്യാവിജയം ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ സാമ്പത്തിക പുരോഗതിയുടെ സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതായ സമയം. 7-ൽ ശനിയുണ്ട്, പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട്. ലോങ് ടേം ബേസിസിലൊക്കെ റിസൾട്ട് കിട്ടും എന്ന് പറയാം ബിസിനസ്സിലൊക്കെ. അതേപോലെ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയം. ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതായ സമയമായിരിക്കും. സഹോദരങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകും. വീട്, വാഹനം എന്നിവയൊക്കെ ആലോചിക്കുന്ന ആൾക്കാർക്ക് ദശ കൂടി സപ്പോർട്ടീവ് ആണെങ്കിൽ അതിനുള്ള സാധ്യത ചിന്തിക്കാം. കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളാണ്. കുറച്ച് കഠിന പരിശ്രമം കൂടുതൽ വേണ്ടതായ സമയമാണ് എന്നും കൂടി പറയാം. ഉത്തരവാദിത്വങ്ങൾ കൂടുന്ന സമയമാണ്.
ചെറിയ തോതിലെ ചെറിയ യാത്രകളൊക്കെ ആവശ്യമായിട്ട് വരാം. യാത്രകൾ ഗുണം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ സുഹൃത്തുക്കൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കുട്ടികൾക്കായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുഭവ ഗുണം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ചിന്തിക്കാൻ പറ്റും. അതുപോലെ ജ്ഞാനത്തിനോടുള്ളതായ ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്ന സമയമായിരിക്കും. ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതായ സമയം എന്നും പറയാം. പിന്നെ 7ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ വിവാഹം നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല പങ്കാളിയെ ലഭിക്കാം. അതുപോലെ പങ്കാളിക്കും അഭിവൃദ്ധി ചിന്തിക്കാനായിട്ട് പറ്റുന്ന സമയമാണ്. നെറ്റ്വർക്കിംഗ് ഫീൽഡിലൊക്കെ ഉള്ളവർക്കും പുരോഗതി ഉണ്ടാകുന്നതായ സമയമാണ് എന്ന് ചിന്തിക്കാം. ഇവിടെ 7 ശനി നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രെസ്സും ഉണ്ടാകുന്നതായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഈ ശനി എന്ന് പറയുന്നത് 6ഉം 7ഉം ഭാവാധിപനാണ് 7ൽ ഗോചരം ചെയ്യുന്നത്. ഇപ്പോൾ രേവതി നക്ഷത്രത്തിൽ മീനം രാശിയിൽ ശനി ഗോചരം ചെയ്യുമ്പോഴേക്കും തൻ്റെ 30 വർഷത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ളതായ ഗോചരം 30 വർഷം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശനിയുടെ ഒരു കാർമിക് കടങ്ങളൊക്കെ തീർക്കുക എന്നുള്ളൊരു ജോലിയും കൂടെ ഇവിടെ ശനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ ലഗ്നക്കാർക്കും. അപ്പോൾ ഇവിടെ കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 7ൽ 6ആം ഭാവാധിപത്യവും 5ആം ഭാവാധിപത്യവും വഹിച്ച് 7ൽ ഗോചരം ചെയ്യുമ്പോഴും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കടങ്ങൾ തീർക്കേണ്ടതായി വരും എന്നുള്ളതാണ്. അപ്പോൾ ആരുടെയെങ്കിലൊക്കെ ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഡിറ്റാച്ച്മെന്റ്, ഒരു വേർപിരിയലിന് സാധ്യതയൊക്കെ ചിന്തിക്കാൻ പറ്റും. അതേപോലെ ലൈഫ് പാർട്ട്നേഴ്സ്, ഇപ്പോൾ ഡൈവോഴ്സ്, അപ്പോൾ ജാതകത്തിലും കൂടെ യോഗം നോക്കിയിട്ടാണ് ഡൈവോഴ്സിനൊക്കെ സാധ്യതയുള്ള ഒരു ജാതകമാണ്, അതിനുള്ള ദശാകാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 6ആം ഭാവാധിപത്യം വഹിച്ച ശനി 7ലെ ഗോചരം ചെയ്യുന്ന സമയത്ത് അത്തരം ഡിറ്റാച്ച്മെന്റ്, അതായത് ശനി അവിടെ കണക്കുകളൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് ആവശ്യമില്ലാത്ത ആളുകളെല്ലാവരും ഡിറ്റാച്ച് ആയി പോവാം, നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൂടി നമുക്കവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഗുരുവിന്റെ ദൃഷ്ടി അവിടെ 7ലേക്ക് വരുന്നുണ്ട്. 7ആം ഭാവാധിപനാണ് ഗുരു. 7ആം ഭാവാധിപനായിട്ടുള്ള ഗുരു 7ലേക്ക് 11ൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ സ്ട്രെസ്സൊക്കെ ഉള്ള ശനിയുടെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുമ്പോൾ സ്ട്രെസ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ 7ആം ഭാവാധിപൻ 7ലേക്ക് 11ൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്ന അതും ഗുരുവാണ്. അപ്പോൾ ഇവിടെ പാർട്ട്ണറുടെ ലൈഫ് പാർട്ട്ണറായാലും ബിസിനസ് പാർട്ട്ണറായാലും നല്ല ടേംസിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപദേശങ്ങൾ കിട്ടുന്നത് നമ്മുടെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പാർട്ട്നേഴ്സിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും, അത് ഗുണം ചെയ്യും. അത് ലൈഫ് പാർട്ട്ണർ ആയാലും ബിസിനസ് പാർട്ട്ണർ ആയാലും അത് ഗുരു ഉപദേശം പോലെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതാണ് കന്നി രാശിക്കാർക്കുള്ളതായ പൊതുവായ ഫലങ്ങൾ. നമുക്ക് അടുത്ത തുലാം രാശിയുടെ ഗോചര ഫലവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.